ഒറ്റശിഖരം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദനും അങ്കിതയും ചന്ദ്രമോഹൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. എന്നാൽ അങ്കിതയുടെ മുഖത്താണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. മുകുന്ദിനി മീനാക്ഷിയെ കാണുമോ, സംസാരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അവളുടെ മുഖത്ത് കാണാനുണ്ട്. അങ്കിതയുടെ ടെൻഷൻ എന്താണെന്നുള്ള കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് മുകുന്ദന് മനസ്സിലാകുന്നുണ്ട്. മുകുന്ദൊരച്ഛൻ, മീനാക്ഷി ഒരു അമ്മ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യുകയും കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്യുന്നത് കാണാനുള്ള ശേഷി തനിക്കില്ലെന്നുള്ള കാര്യമൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുകുന്ദൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അതുപോലെ തന്നെ അങ്കിതയും കാറിനകത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രമോഹൻ വരുന്നുണ്ട്. ചന്ദ്രമോഹനൊപ്പം തന്നെ കാറിൽ മീനാക്ഷിയും കുഞ്ഞും അനിയത്തിയും ഉണ്ട്. ചന്ദ്രമോഹൻ നേരെ അങ്കിതയും മുകുന്ദിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കാറിൽ ഇതുപോലെ മീനാക്ഷിയും കുഞ്ഞും അനിയത്തിയും വന്നിട്ടുണ്ട്, കുഞ്ഞിനെ കൊണ്ടുവന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ മുകുന്ദനും അങ്കിതയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എങ്കിലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അവരെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ എവിടെ വെച്ച് കാണാനാ ആഗ്രഹം, കാറിൽ വെച്ചാണോ അതോ പുറത്തെവിടെയെങ്കിലും വെച്ചാണോ എന്ന് ചോദിക്കുമ്പം മുകുന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഇങ്ങോട്ടേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മതി. കാരണം അങ്കിതയ്ക്ക് മുകുന്ദും മീനാക്ഷിയും ഒരുമിച്ച് കാണുന്നത് ഇഷ്ടമല്ലെന്നുള്ള കാര്യം ചന്ദ്രമോഹനും അറിയാവുന്നത് കൊണ്ട് തന്നെ നേരെ പോയി ആ കുഞ്ഞിനെ കാണിക്കാനായിട്ട് അനിയത്തി വന്നാൽ മതി, മീനാക്ഷി കാറിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറയുമ്പോൾ അനിയത്തി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറയുന്നത്, അവരുടെ കുഞ്ഞിന് ജന്മം നൽകിയ എൻ്റെ ചേച്ചിയെ കാണണമെന്ന് പോലും അവർക്കില്ലേ, ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ ഒന്നും മറുപടി പറയുന്നില്ല. അതേസമയം മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കുഞ്ഞുമായിട്ട് പുറത്തിറങ്ങി നിൽക്കാം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, മഞ്ജിമ കുഞ്ഞിനെയും കൊണ്ടൊന്ന് മുകുന്ദ സാറിനെയും അങ്കിത മേഡത്തെയും കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടമല്ലാണ്ട് തൻ്റെ ചേച്ചി അവഗണിക്കുന്നിടത്തേക്ക് തനിക്കും പോകണ്ട എന്നുള്ളൊരു മനസ്സോടെ നിൽക്കുന്ന മഞ്ജിമ അത് മനസ്സിലാക്കി മീനാക്ഷി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നേല്ലേ, അവർക്കിഷ്ടം നീ കുഞ്ഞിനെ കാണിക്കാനാണെന്നെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക് എന്ന് പറയുന്നതും പ്രകാരം മഞ്ജിമയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് അവരുടെ കാറിനടുത്തേക്ക് നടക്കുന്നുണ്ട്. ശേഷം ഡോറ് തുറന്ന് കുഞ്ഞിനെ കൊടുക്കുമ്പോഴത്തേക്കും അങ്കിതയ്ക്കും മുകുന്ദനും ഭയങ്കര സന്തോഷമാകുന്നു. അവർ രണ്ടാളും കുഞ്ഞിനെ താലോലിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് എന്നുള്ളൊരു വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ മതി വരുവോളം സ്നേഹിക്കുന്നുണ്ട്. അതേസമയം മീനാക്ഷിക്കാണെങ്കിൽ മനസ്സിൽ വല്ലാണ്ട് വിഷമമാകുന്നു. കാരണം ഇവിടെ വരെ വന്നിട്ടും തൻ്റെ മുഖം കാണാൻ പോലും അവർക്ക് രണ്ടാൾക്കും താല്പര്യമില്ല. 10 മാസം താൻ അനുഭവിച്ച ഓരോ പ്രയാസങ്ങളും, ആ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് താൻ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. എന്തുകൊണ്ടാണ് അവർ തന്നെ അവഗണിക്കുന്നത് എന്നുള്ള വിഷമം വല്ലാണ്ട് അലട്ടുന്നു. എന്നാൽ ശരിക്കും മുകുന്ദനാണെങ്കിൽ മീനാക്ഷിയെ കണ്ട് ഒരു നന്ദി വാക്ക് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 3 മാസം കുഞ്ഞിനെ നോക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ പോലും മീനാക്ഷിയുടെ അച്ഛൻ അത് എതിർപ്പായിരുന്നു. എങ്കിലും മീനാക്ഷി ഒരാളുടെ വാശിപ്പുറത്താണ് തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നിട്ടും താൻ അവളോട് നന്ദികേട് കാണിച്ചോ? കാരണം പണം കൊടുക്കുന്നു എങ്കിലും പൈസ കൊടുത്തതിൻ്റെ പേരിൽ മാത്രമുള്ള സ്നേഹമല്ല, ആ കുഞ്ഞിനോട് മീനാക്ഷിക്ക് എന്തുമാത്രം സ്നേഹവും വാത്സല്യവും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മുകുന്ദൻ അറിയാം. താനും മീനാക്ഷിയും സംസാരിക്കുന്നത് കാണുമ്പോൾ അങ്കിതയ്ക്ക് വിഷമമാകണ്ട എന്നുള്ളൊരർത്ഥത്തിൽ മാത്രമാണ് അയാളും പുറത്തുപോയി അവളെ കണ്ടൊരു നന്ദി വാക്ക് പോലും നേരിട്ട് പറയാഞ്ഞത്. അങ്കിതയ്ക്കാണെങ്കിൽ തൻ്റെ കുഞ്ഞിനോ ഭർത്താവിനോ മേൽ മറ്റൊരാൾ അവകാശം പറഞ്ഞു വരുന്നത് തീരെ ഇഷ്ടമല്ല. അത് ഏതൊരു പെണ്ണിൻ്റെയും സ്വഭാവം അങ്ങനെ തന്നെയല്ലേ. ഇവരുടെ പ്രവൃത്തികൾ മറ്റാരോടും തുറന്നു പറഞ്ഞില്ലെങ്കിലും മീനാക്ഷിക്കും വിഷമമായി. മാത്രമല്ല മഞ്ജിമയാണെങ്കിൽ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രമോഹനോട്. കുഞ്ഞിനെ കാണാൻ വന്നിട്ട് ആ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയെ ഒരു നോക്ക് കാണാതെ പോയ അവരുടെ പ്രവൃത്തി എനിക്കെന്തായാലും അത്രയ്ക്ക് നന്നായെന്ന് തോന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രമോഹൻ പറയുന്നു, അതിൻ്റെ പിന്നിൽ മറ്റു കാരണങ്ങളുണ്ട്, തൽക്കാലം നിങ്ങളത് അറിയേണ്ട എന്നൊക്കെ പറഞ്ഞു ഒതുക്കുന്നു. എങ്കിലും മീനാക്ഷിക്കാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ആദിയാകുന്നു. ഇപ്പോഴേ അവർ തന്നെ കാണുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. നാളെ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞ് അവരിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ പോലും എനിക്ക് അനുവാദം ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരാദി മനസ്സിലുണ്ടാകുന്നു. കാത്തിരുന്ന് കാണാം എന്തൊക്കെയായി തീരുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.